അയോധ്യ ക്ഷേത്രം ഭക്തർക്കായി തുറന്നുകൊടുത്ത ശേഷം പാതി ദിവസം കൊണ്ട് തന്നെ ഭണ്ഡാരം നിറയുന്നു എന്ന തലക്കെട്ടോടെ ഒരു വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. പ്രചരിക്കുന്ന വീഡിയോയിലെ വാസ്തവം എന്താണെന്ന് പരിശോധിക്കാം. റിപ്പോർട്ട് കാണാം. അയോധ്യ ക്ഷേത്രം ഭക്തർക്കായി തുറന്നുകൊടുത്ത ശേഷം ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് ദിവസവും രാമക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുന്നത്. ദിവസം പകുതിയാകുമ്പോഴേക്കും അയോധ്യയിലെ ഭണ്ഡാരം നിറയുന്നു. ജയ് ശ്രീറാം. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ 2 ദിനം കൊണ്ട് 3.17 കോടി രൂപ ഭണ്ഡാരത്തിൽ ലഭിച്ചു. ഇത്തരത്തിലുള്ള തലക്കെട്ടുകൾ നൽകിയാണ് വീഡിയോ പലരും പ്രചരിപ്പിക്കുന്നത്. 14 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയിൽ കുമിഞ്ഞുകൂടിയ നോട്ടുകെട്ടുകളും കാണാം. 24 ഫാക്ട് ചെക്ക് വിഭാഗം നടത്തിയ പരിശോധനയിൽ 2024 ജനുവരി 16-ന് സാൻവാലിയ സെത്ത് 1007 എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ രാജസ്ഥാനിലെ സാൻവാലിയ ക്ഷേത്രത്തിൽ നിന്നുള്ളത് എന്ന അവകാശവാദത്തോടെ പ്രചരിക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തതായി കണ്ടെത്തി. കാണിക്കവഞ്ചിയിൽ നിന്ന് 12,69,00,000 രൂപ ലഭിച്ചു എന്നാണ് വീഡിയോയ്ക്ക് തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. എന്നാൽ വീഡിയോ ഇത്തരത്തിൽ പോസ്റ്റ് ചെയ്ത് 6 ദിവസത്തിനു ശേഷമാണ് അയോധ്യയിലെ പ്രതിഷ്ഠാകർമ്മം നടന്നത്. കൂടുതൽ പരിശോധനയിൽ സാൻവാലിയ ക്ഷേത്രത്തിൽ 12 കോടി രൂപയിലധികം കാണിക്കവഞ്ചിയിൽ സംഭാവനയായി ലഭിച്ചതിനെക്കുറിച്ചുള്ള മാധ്യമ റിപ്പോർട്ടുകളും ലഭിച്ചു. പാതി ദിവസം കൊണ്ട് അയോധ്യയിലെ ഭണ്ഡാരം നിറയുന്നു എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾക്ക് രാമക്ഷേത്രവുമായി ഒരു ബന്ധവുമില്ലെന്ന് പരിശോധനയിൽ വ്യക്തമായി. രാജസ്ഥാനിലെ സാൻവാലിയ ക്ഷേത്രത്തിൽ നിന്നുള്ള വീഡിയോ വ്യാജ തലക്കെട്ട് നൽകി പ്രചരിപ്പിച്ചതാണെന്ന് പരിശോധനയിൽ വ്യക്തമായി. ഫാക്ട് ചെക്ക് ഡെസ്ക് 24.